ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? പിഷാരടിയല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണനെ ഒന്നും ഏൽക്കില്ലെന്ന്? ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുവില്ല. അയ്യർ അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാണ് ബുദ്ധി. അവനെ പറഞ്ഞു ഇവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഒരു മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. നമ്മുടെ 3 പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ ഒരു മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണൂ. അത് ശരിയാ. ഒന്ന് വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ. അയ്യരുടെ പേരൊന്നും എഴുതിയിട്ടില്ല അവിടെ ചുമ്മാ. ഉണ്ട്. വിശ്വാസമായല്ലോ, കുലുക്കാവല്ലോ. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിനു മുമ്പ് വാതിലങ്ങ് ചാരിയത്. കിടക്കണം. കിടന്നോ? ഏതായാലും ഇവിടെ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ആ മൂലയിലിട്ട് കിടന്നു. പിന്നൊരു കാര്യം, രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കെതിരെ ഒന്നും കയറി വന്നേക്കരുത്. വിശാരടിയെ പോലില്ലെങ്കിലും കുറച്ചൊക്കെ ശകുനത്തിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ആവശ്യത്തിന് ആട്ടും തുപ്പും കിട്ടുന്നുണ്ട്. കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഉറക്കം വെക്കും, സഹിച്ചോണം. ഗുഡ് നൈറ്റ്. പാതിരാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേറാത്ത കഥകടയ്ക്ക് വിശാരടി, കഥ തുറക്കാൻ. ശാരടി, അവൻ തുറന്നു കൊടുക്ക്, ഇല്ലെങ്കിൽ എന്റെ കഥ കല്ലിയെ വിളിക്കും. കഥ തുറക്കാനാ പറഞ്ഞത്. ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര. ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ? ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതിൽ പൂട്ടും. രാവിലെ തുറന്നോളാം. വലിയ ഉപകാരം.
അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും അല്ല PWD ഒന്ന് പിരിച്ചു വിട്ടത്. ഒന്നുമില്ല. നിന്റെ കാലിന്റെ വേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ടാക്കി വേദന ഉണ്ടോന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരാനന്ദം പോലെയുണ്ട്. ശരീരത്തിന്റെ എന്ത് വേദനയും ഞാൻ സഹിച്ചോളാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കെ ഇങ്ങനെ ഒരു ഭാര്യയുടെ മനസ്സിന്റെ വേദന ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ പോയി അന്വേഷിച്ചിരുന്നു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻസ്പെക്ടർ 2 തവണ ഇവിടെ വന്നിരുന്നു. അയാളെ കാര്യമായിട്ടൊന്ന് കാണണം. ഇതെവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എവിടെ വേണേ പോയി ഒളിച്ചിരിക്കട്ടെ, കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ടാ. ലക്ഷ്മി. ഓ, നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടുന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ഞാൻ ചുമ്മാ ഇരിക്കായിരുന്നു ഇവിടെ. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ, ഇവൻ ഇവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വെച്ചാട്ടെ. ആ. പാലടച്ചേക്ക്. ഓ. ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നടാ. ആഹാ, നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ആ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ, തീർന്നു. ഇനിയിപ്പോ ഒരു പണി ഇല്ല. തുടങ്ങി. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി. മുറ്റത്ത് തുപ്പാമല്ലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്. എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. തുടക്കടാ, തുടക്കടാ. പോയി കഴുകിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ. 10 പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ?